CUT UG 2026 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 4 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. CUT UG 2026 എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏകദേശം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതിൽ 4 കാര്യങ്ങളാണ് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ അഡ്മിഷൻ പോർട്ടൽ കണ്ടിന്യൂസ് ആയി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് ഇങ്ങനെയുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവരുടെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ആ പോർട്ടലിൻ്റെ ഉള്ളിൽ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അവിടെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായും ചെക്ക് ചെയ്യുക. കാരണം അതിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളൊക്കെ ചില സമയത്ത് വരുന്നുണ്ടാവുക. ചിലപ്പോൾ ഇവർ വിളിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം. അതിൽ കയറിയിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ചില യൂണിവേഴ്സിറ്റികൾ 24 hours ആയിരിക്കും സമയം തരാം, ചില യൂണിവേഴ്സിറ്റികൾ 48 hours ആയിരിക്കും. അപ്പോൾ ഈ കാര്യം നിർബന്ധമായി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷനായിട്ട് വരുന്നത് കണ്ടിന്യൂസ്ലി ചെക്ക് യുവർ ഇമെയിൽ എന്നുള്ളതാണ്. നിങ്ങളെ ഇമെയിൽ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം യൂണിവേഴ്സിറ്റികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ഒഫീഷ്യലി കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്കായിരിക്കും. ഇമെയിൽ ഐഡിയിലേക്ക് ഒന്നെങ്കിൽ മെസ്സേജ് വരും, നിങ്ങൾക്ക് ഇന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ എസ് പറയുക, ഇല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന സമയം 24 hours ഉള്ളിൽ നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടക്കുക എന്നുള്ള ഓപ്ഷൻ അതിൽ കാണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാമെന്ന് പറയും. ഇല്ലെങ്കിൽ ഇങ്ങനെ മെയിൽ അയച്ച് പറയും, നിങ്ങൾക്കൊരു കോൾ വരും ഇന്ന സമയത്ത്, അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യുക. ഇമെയിൽ ഐ ഡിയിൽ സ്പാം ഫോൾഡേഴ്സൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിലെവിടെയെങ്കിലും വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. നിങ്ങളുടെ എത്ര മാർക്ക് ഉണ്ടായിട്ടും സ്കോർ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോൺ കോളാണ്. യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഉദാഹരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ പൊതുവെ വിളിക്കുന്ന ഒരു സാധനമാണ്. ഡയറക്റ്റ്ലി നമുക്ക് വിളിച്ചിട്ട് അഡ്മിഷൻ കോളിങ് ചെയ്യും. നമ്മളെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് പറയണം. എസ് പറഞ്ഞതിന് ശേഷം നമുക്ക് അവർ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പറയും. നമ്മുടെ പോർട്ടലിൽ പൈസ അടക്കണം ഇത്ര സമയത്തിനുള്ളിൽ, എന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നതായിരിക്കും. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ വിളിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവില്ല, ഫോൺ സൈലൻ്റ് അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നതുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫോണിൽ മിസ് കോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വിളിക്കുക. അത് വേറെ ആരെങ്കിലും എന്ന് വിചാരിച്ച് അങ്ങനെ വിളിക്കാതിരിക്കരുത്. നിങ്ങളിനി അഥവാ വിളിക്കാതിരുന്നാൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല കുട്ടികളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കാതെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഗൂഗിളൊക്കെ നോക്കി റിസൾട്ട് വന്ന കാര്യങ്ങളൊക്കെ നോക്കി മുന്നാണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അപ്ലൈ ചെയ്ത ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കുക. നിങ്ങളവിടെ എന്താ പറയുക, ആപ്ലിക്കേഷൻ്റെ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റാങ്ക് കാർഡ് മീൻസ് മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോ, ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ആ പോർട്ടലിൽ കയറിയിട്ട് അത് ചിലപ്പോൾ അതിൽ ഇന്ന ടൈമിംഗ് ഉണ്ടാവും, ഈ ദിവസത്തിൽ ഇത്ര സമയത്തിനുള്ളിൽ ഈ മെയിൻ ക്യാമ്പസിലേക്ക് വന്നിട്ട് ഒഫീഷ്യലായിട്ട് നമ്മളുടെ ഫിസിക്കലി നമ്മൾ വന്നിട്ട് അഡ്മിഷൻ എടുക്കുകയാണെന്ന് പറയുന്നുണ്ടാകും ചില യൂണിവേഴ്സിറ്റികൾ ഓൺലൈനായിട്ട് ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ആ ഒരു പോർട്ടലിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടാകും. ചില യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ ഗൂഗിൾ മീറ്റ് ലിങ്കൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും, അതിൽ കയറിയിട്ട് കൗൺസിലിംഗ് പങ്കെടുക്കണം എന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റുകളിൽ കയറിയിട്ട് ഈ കാര്യങ്ങളോട് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകുന്നതാണ്. അഡ്മിഷൻ പോർട്ടലാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ ഫോൺ കോൾ, അതുപോലെ തന്നെ മിസ് കോൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇതാണ് നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. CUT UG 2026 എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.